ഷംഷാദ്, താങ്കൾ ഈ വിഷയങ്ങളെല്ലാം, ഈ വേദനയും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും എല്ലാ കാര്യങ്ങളും വളരെ അടുത്ത് നിന്ന് കണ്ട ഒരു വ്യക്തിയാണ്. വയനാട്ടിൽ മാധ്യമപ്രവർത്തകരോട് പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകളാണ് നേരത്തെ നാം കേട്ടത്. കേരളത്തോടൊപ്പം കേന്ദ്ര സർക്കാരുണ്ട്, ഈ രാജ്യമുണ്ട്, പക്ഷേ ഇതുവരെയും നമുക്കത് അനുഭവപ്പെടുന്നില്ല. ഷംഷാദ്. തീർച്ചയായും പ്രധാനമന്ത്രി അന്ന് വയനാട്ടിൽ സന്ദർശനം നടത്തി. അദ്ദേഹം പറഞ്ഞത് പണം ഒരു തടസ്സമേ അല്ല മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എന്നുള്ളതാണ്. വയനാട്ടുകാർ എല്ലാവരും, ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും, മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും എല്ലാവരും വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ആ വാക്കിനെ വിശ്വസിച്ചത്. പക്ഷെ ഇന്ന് ദുരന്തം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞ് 5ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എത്ര രൂപയാണ് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ വയനാട് ജില്ലയ്ക്ക്, കേരളത്തിന് അനുവദിച്ചത് എന്ന് ചോദിച്ചാൽ അതിന് തരുന്ന മറുപടി എന്ന് പറയുന്നത് SDRF-ലേക്ക് നിങ്ങൾക്ക് തരേണ്ട തുക തന്നിട്ടുണ്ട്, അതിൽ നിന്നും ചെലവഴിച്ചോളൂ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ SDRF-ലേക്ക് തരുന്ന തുകയാണ് കേരളം വയനാട് ദുരന്തത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ PDNA റിപ്പോർട്ട് കൊടുക്കുന്നത്? എന്തിനാണ് കേന്ദ്ര സർക്കാർ 2 സംഘങ്ങളെ ഇങ്ങോട്ട് അയക്കേണ്ട ആവശ്യം? ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം SDRF-ലേക്ക് തുക തരാം, നിങ്ങൾ ചെലവഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ മതി. അപ്പോ ഓഗസ്റ്റ് മാസം 9 ആദ്യത്തെ സംഘം വരുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് തലേന്ന് അവർ വരുന്നു. പ്രാഥമികമായി പരിശോധന നടത്തുന്നു. 1000-1200 കോടി രൂപയോളം നഷ്ടമുണ്ട് എന്ന് നമ്മൾ അവരോട് പറയുന്നു. അവരത് മനസ്സിലാക്കുന്നു, അവർക്ക് പ്രസന്റേഷൻ കൊടുക്കുന്നു. വളരെ പെട്ടെന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രാഥമിക കണക്കാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ സന്ദർശനം വരുന്നു. അദ്ദേഹം പറയുന്നു തുക ഒരു തടസ്സമേ അല്ല, എത്ര തുക വേണമെങ്കിലും അനുവദിക്കാമെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം PDNA റിപ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി വിവിധ മന്ത്രാലയങ്ങളുടെ വിവിധ വകുപ്പുകളുടെ ചുമതലക്കാരായ 11ഓളം ആളുകൾ വരുന്നു. അവർ തുടർച്ചയായ ദിവസങ്ങളോളം വയനാട് സന്ദർശിക്കുന്നു, മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുന്നു, രേഖകൾ പരിശോധിക്കുന്നു, നമ്മളുടെ നിർദ്ദേശങ്ങൾ പരിഗണിക്കുന്നു. അങ്ങനെ അവരൊരു PDNA റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. ഈ 2 റിപ്പോർട്ടും കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുണ്ട്. ഇനി കേരളം ആവശ്യപ്പെട്ട തുക കൂടുതലാണെങ്കിൽ ശരി, സമ്മതിക്കാവുന്നതാണ്. ഇനി വയനാട് ജില്ലയിൽ നിന്നും ആവശ്യപ്പെട്ട തുക കൂടുതലാണെങ്കിലും തർക്കമില്ല. ഈ 2 സംഘങ്ങളും വന്ന് അവരുടെ ഒരു പ്രാഥമിക പരിശോധനയിൽ എത്ര രൂപയുടെ നഷ്ടം ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടാകും എന്നുള്ളൊരു പ്രാഥമിക നിഗമനം അവർക്കുണ്ടാവുമല്ലോ. കേന്ദ്ര സർക്കാരിന്റെ 2 സംഘങ്ങൾക്കുണ്ടാകും. ആ സംഘങ്ങളുടെ പ്രാഥമിക നിഗമനം, നമ്മൾ 2219 കോടിയാണ് PDNA റിപ്പോർട്ട് കൊടുത്തത്, അത് മാറ്റിവെക്കാം. ഈ 2 സംഘങ്ങളും പറയുന്നത് 500 കോടിയോ അല്ലെങ്കിൽ പോട്ടെ 600 കോടി രൂപയാണ് നഷ്ടമെന്ന് ആ കേന്ദ്ര സർക്കാരിന്റെ സംഘത്തിന് ബോധ്യമുണ്ടെങ്കിൽ ആ തുകയെങ്കിലും അനുവദിക്കണ്ടേ? അടിയന്തര ധനസഹായമായി നമുക്ക് ഇതിനകത്ത് തുക അനുവദിക്കുകയും പിന്നീട് ഈ റിപ്പോർട്ട് പരിശോധിച്ചതിന് ശേഷം ബാക്കിയുള്ള തുക വയനാടിന് അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അടിയന്തര ധനസഹായം നമുക്കില്ല. നമ്മൾ കൊടുത്ത PDNA റിപ്പോർട്ട്, അതിനു മുമ്പ് കേന്ദ്ര സർക്കാർ വിട്ട സമിതി, അതിന് 2നെയും ഗൗരവത്തിലെടുക്കുന്നില്ല. ഒരു തുക പോലും നമുക്ക് തരുന്നില്ല. SDRF-ൽ നിന്ന് വന്ന തുക നിങ്ങൾ ചെലവഴിച്ചോളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി വയനാടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജില്ലയിൽ എന്തെങ്കിലും തരത്തിലൊരു കലാമിറ്റി ഉണ്ടായാൽ അതിന് ചെലവഴിക്കാനുള്ള തുകയാണ് SDRF-ലുള്ളത്. ചിലപ്പോൾ SDRF-ൽ ഒരു 100-200 കോടി രൂപ ബാലൻസ് വന്നിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അതെന്തുകൊണ്ടാവാം? ദുരന്തമോ ദുരന്ത ബാധിതരുടെ പുനരധിവാസമോ പ്രവർത്തനങ്ങളോ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്നൊരു കലാമിറ്റി, ഇപ്പൊ ചെന്നൈയിലൊക്കെ ഉണ്ടായ പോലെ ഒരു കലാമിറ്റി നമ്മുടെ സ്റ്റേറ്റിൽ വന്നാൽ നമുക്ക് പ്രാഥമികമായി ഉപയോഗിക്കാനുള്ള തുകയാണ് SDRF-ലുള്ളത്. അത് 14 ജില്ലകൾക്കും അവകാശപ്പെട്ടതാണ്. നമ്മളുടെ ആവശ്യം മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് കേന്ദ്ര സർക്കാർ തുക അനുവദിക്കണം, പാക്കേജ് അനുവദിക്കണം. ആ തുക മാത്രമാണ് നമുക്കിവിടെ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. SDRF-ൽ അനുവദിച്ച തുകയ്ക്ക് ഓരോ മാനദണ്ഡമുണ്ട്. 1,50,000 രൂപയാണ് ഒരു വീടിന് കൊടുക്കാൻ SDRF നിയമപ്രകാരം പറ്റുള്ളൂ. ആ തുക മാത്രം കൊടുത്താൽ മതിയോ മുണ്ടക്കൈക്കും ചൂരൽമലയിലെ ആളുകൾക്ക്? പോരാ. അവർക്ക് 15 ലക്ഷം രൂപ വില വരുന്ന വീടാണ് നമ്മൾ നിർമ്മിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഈ 1.5 ലക്ഷം SDRF-ൽ നിന്നും ഇനി അവർക്ക് ലൈഫ് പോലെയുള്ള ഭവന പദ്ധതികൾ ഉൾപ്പെടുത്തിയാൽ പോലും ഒരു 4 ലക്ഷം കിട്ടിയാൽ 5.5 ലക്ഷം, പിന്നെ 9-9.5 ലക്ഷം രൂപ എന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്തേണ്ടത് ഈ പാക്കേജിന്റെ പണമായിട്ടാണ്. സ്പോൺസർഷിപ്പ് കഴിഞ്ഞുള്ള വീടുകളാണ് ഞാൻ പറയുന്നത്. ഇനി എല്ലാ വീടുകളും സ്പോൺസർഷിപ്പായ മറ്റാവശ്യങ്ങളുണ്ട്. അവിടെ 1 കിലോമീറ്റർ റോഡ് SDRF-ൽ പുനർനിർമ്മിക്കാൻ 75,000 രൂപയാണ് മാറ്റിവെക്കാൻ കഴിയുള്ളൂ. നമുക്ക് 1 കിലോമീറ്റർ റോഡ് 75,000 രൂപയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുമോ? കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ മുണ്ടക്കൈ ചൂരൽമല പാക്കേജിന് ആവശ്യപ്പെടുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതുവരെ ഒരു തുകയും അനുവദിക്കില്ല എന്ന് മാത്രമല്ല ഷംഷാദിലേക്ക് തിരികെ എത്താം.